ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പാൻ കേക്ക് വ്ളോഗാണ്. മറ്റേ പക്ക കുക്കിംഗ് ഓരോ മെഷർമെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എന്താവും എന്നറിയില്ല. ഞാൻ പണ്ട് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അന്ന് സക്സസ് ആയിരുന്നു. അപ്പോൾ ഈ വട്ടം സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് എഗ്ലെസ് പാൻ കേക്കാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു നേന്ത്രപ്പഴം മുറിച്ചിട്ട് കൊടുക്കുക. എനിക്ക് പഴങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. നേന്ത്രപ്പഴം ഒരു പഴവും ഞാൻ മര്യാദയ്ക്ക് കഴിക്കാറില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ വിരോധിയാണ്. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കണം എന്നിങ്ങനെ വിശന്നിരുന്നപ്പം പഴം കണ്ടപ്പം പഴാപ്പാട് തിന്നാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കാം യൂട്യൂബിൽ തന്നെ കുറേ സ്ക്രോൾ ചെയ്തപ്പം എഗ്ലെസ് പാൻ കേക്ക് കിട്ടി. അപ്പം ഞാൻ അത് ഉണ്ടാക്കുക എന്നുള്ളതിൽ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. പക്ഷേ അത് തികഞ്ഞില്ല. എനിക്ക് പിന്നെ ഇടേണ്ടി വന്നു. ഞാൻ മാവ് അരച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പം മധുരമില്ലായിരുന്നു. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടുള്ളൂ. പിന്നെ പാല് അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ, അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടിൽ കിട്ടുമല്ലോ, ആ ബോട്ടിലിൽ തന്നെ ജസ്റ്റ് ഒഴിച്ചിട്ട് അത് ഫുള്ള് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഒരിത്തിരി മതി. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവണമെങ്കിൽ നെയ്യായിരിക്കും ബെറ്റർ. അതിന് ശേഷം നമുക്കിതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. അതാണ് ആട്ടപ്പൊടി ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് ഒഴിച്ചു എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിതിന് പകരം വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം കേട്ടോ. ഈ 1/2 കപ്പ് മൈദ തന്നെ യൂസ് ചെയ്താലും മതി. പിന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഗോതമ്പ് പൊടി തന്നെ എടുത്തത്. ഓക്കെ, ഇത് സിമ്പിളല്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വേണമെന്നുള്ളത് പഴമാണ്. പഴം ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവേണ്ടതാണ്. പിന്നെ വാനില എസൻസ് ആണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഏലക്കാപ്പൊടി അല്ലെങ്കിൽ സിനമൺ പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു പാന് വെക്കാം. അത് ചൂടായി വരുമ്പം സിമ്മിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. ഫസ്റ്റ് വൺ ഇതേപോലെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഓട്ട വരുന്ന സമയത്ത് ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് കളറാണ് കേട്ടോ. ഇതിലും അധികം കളറായി പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. ഇതാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടൊരു കളർ ഇതാണ്. അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. ഇനി അപ്പുറത്തെ സൈഡും കൂടി വെന്താൽ നമുക്കെടുക്കാം. ഞാൻ അടുത്ത ബാച്ചും കൂടി ഒഴിച്ച് പെട്ടെന്ന് പണി തീരാൻ വേണ്ടി ഞാൻ 3 എണ്ണം ഒരുമിച്ച് ഒഴിച്ചതായിരുന്നു. പക്ഷേ പാന് നല്ല നേരെയല്ലായിരുന്നു. പാന് ഒരു ചെറിയ കുഴിവുള്ള പോലത്തെ പാനായിരുന്നു. അപ്പം എല്ലാം അങ്ങനെ ഒഴുകി പോകാൻ തുടങ്ങി. അതാണ് ഓരോരോ ഷേപ്പിൽ കിടക്കുന്നത്. പക്ഷെ എന്നാലും സാധനം ടേസ്റ്റ് ഉണ്ട്. അത് മതിയല്ലോ. ലുക്കിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലാണല്ലോ കാര്യം. അപ്പം ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല മുകളിൽ കൂടെ ഹണിയൊക്കെ ഡെക്കറേഷനിൽ ഒഴിച്ചിട്ട് കഴിക്കുന്നതാണ്. അപ്പം ഞാനും അതേപോലെ ഹണിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വിശക്കുമ്പം ഇതേപോലെ കഴിക്കാൻ പറ്റും. ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ബൈ.